ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. പ്രത്യേക പരിഗണന ബോബി ചെമ്മണ്ണൂരിന് നൽകേണ്ട സാഹചര്യമില്ല എന്ന് കൂടി കോടതി വ്യക്തമാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഈ വീഡിയോ ദൃശ്യമടക്കം പരിശോധിക്കാതെ തന്നെയാണ് തൻ്റെ ജാമ്യം നിഷേധിച്ചത്, ജയിലിലേക്ക് അടച്ചതെന്നുള്ള വാദങ്ങളായിരുന്നു. മാത്രമല്ല ഇക്കാര്യത്തിൽ തനിക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറയുകയും ചെയ്തത്. എന്നാലിപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരിച്ചടി ബോബി ചെമ്മണ്ണൂരിലേക്ക് കിട്ടിയിരിക്കുന്നു. ജാമ്യ ഹർജി ചൊവ്വാഴ്ച പരിഗണിച്ചാൽ മതിയെന്നാണ് ഹൈക്കോടതിയുടെ നിലവിലുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അങ്ങനെ വളരെ വേഗം പരിഗണിക്കേണ്ടതായ പ്രത്യേക സാഹചര്യം, അങ്ങനെ പ്രത്യേക പരിഗണന നൽകേണ്ട കേസുമല്ല ഇത് അർത്ഥത്തിൽ തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. സലീം, നിലവിൽ വലിയ തിരിച്ചടി ബോബി ചെമ്മണ്ണൂരിന് ലഭിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഹുങ്ക് നേരത്തെ ഹണി റോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പണത്തിൻ്റെ ഹുങ്ക് ആണ് തനിക്കുള്ളതെങ്കിൽ നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതായിരുന്നു ഹണി റോസ് പറഞ്ഞത്. ഹണി റോസ് തന്നെ മുഖ്യമന്ത്രിക്കടക്കം വളരെ വേഗത്തിലായിരുന്നു നീതി നടപ്പിലാക്കപ്പെട്ടത്. ഹണി റോസ് മുഖ്യമന്ത്രിക്കടക്കം നൽകുന്ന പരാതിയിൽ വളരെ വേഗത്തിൽ തന്നെ പോലീസ് കേസെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. ഇങ്ങനെ വളരെ വേഗത്തിൽ നീതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം 2014 ശേഷം ഇത്തരം കാര്യങ്ങളിൽ വലിയ തരത്തിൽ വേഗതയിൽ നിയമം നടപ്പിലാക്കപ്പെടുന്ന നീതി നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്, മുഖ്യമന്ത്രിക്ക് നന്ദിയുണ്ടെന്നാണ് ഹണി റോസ് പറയുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി കൂടി വ്യക്തമാക്കിയിരിക്കുന്നു പ്രത്യേക പരിഗണന ഒന്നും ബോബി ചെമ്മണ്ണൂരിനില്ല, ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. എന്തൊക്കെയാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയ മറ്റു കാര്യങ്ങൾ? സിജു, ഓപ്പൺ കോർട്ടിൽ കാര്യമായ നടപടിക്രമങ്ങളൊന്നും നടന്നില്ല. കേസ് ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി എന്ന് മാത്രമാണ് പറഞ്ഞത്. അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു സാഹചര്യവും ഈ കേസിൽ ഉള്ളതായിട്ട് കോടതിക്ക് തോന്നുന്നില്ല എന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഈ കേസ് ചൊവ്വാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നറിയിക്കുകയുണ്ടായി. അപ്പൊ ചൊവ്വാഴ്ചത്തെ ലിസ്റ്റിൽ അത് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ അയാൾ ജയിലിലാണ്. അയാൾ ചൊവ്വാഴ്ചയ്ക്ക് ശേഷമേ ഇനി ജയിൽ മോചിതൻ എപ്പോഴാകും എന്നെങ്കിലും പറയാൻ കഴിയും. അതായത് ജയിലിൽ തന്നെ തുടരേണ്ട വരുന്ന സാഹചര്യത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുന്നു. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ആനുകൂല്യം കോടതിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് നമ്മൾ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായത്. കാരണം ഒരു ഇടക്കാല രാമൻപിള്ളയാണോ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്? രാമൻപിള്ള അസോസിയേറ്റ്സ് അദ്ദേഹത്തിന്റെ അഭിഭാഷക ഗ്രൂപ്പാണ്. അതിൽ അവർ പറഞ്ഞിരുന്നത് ഒരു ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് ഈ ഹർജി ഫയലിൽ അപ്പീൽ ഹർജി ജാമ്യ ഹർജി ഫയലിൽ സ്വീകരിച്ച് അതിൽ വിശദമായ വാദം കേൾക്കാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം എന്നതായിരുന്നു ഇവരുടെയൊക്കെ പ്രതീക്ഷ. പക്ഷെ കോടതി അതിന് നിന്നില്ല. ഇപ്പോ ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞ് അത് ചൊവ്വാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഇയാളുടെ വാദങ്ങളൊന്നും കോടതി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിനർത്ഥം ഇനി ചൊവ്വാഴ്ച വരെ ഈ ബോബി ചെമ്മണ്ണൂർ ഏതായാലും ജയിലിനുള്ളിൽ തന്നെ ആയിരിക്കും. അതിനുശേഷം അന്ന് കേസെടുത്തിട്ട് ഏതെങ്കിലും തരത്തിൽ ആനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇനി ജയിൽ മോചിതനാവൂ. മാത്രമല്ല നാളെ ഇനി ശനി, ഞായർ, തിങ്കൾ 3 ദിവസക്കാലം ഇനി മറ്റൊരു ഏതെങ്കിലും തരത്തിൽ കോടതി സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പൊ കോടതിയുടെ ഒരു ബെഞ്ചിന്റെ പരിഗണനയിൽ പെൻഡിങ്ങിലാണ് ഈ കേസ്. അപ്പൊ ഇപ്പോ കോടതി പറഞ്ഞതനുസരിച്ച് ഇനി ചൊവ്വാഴ്ച ഈ കേസ് വീണ്ടും വരും. അതിൽ വാദം നടക്കും. അതിനുശേഷം തീരുമാനം വരുന്നത് വരെ അതെന്നാണോ അന്ന് വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരിക്കുന്നത്. അതായത് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വാദം താൻ കുറ്റക്കാരനല്ല, തനിക്കെതിരെയുള്ള കേസെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിച്ചമച്ച കഥ പരാതിയായി വന്ന് കേസായി മാറുകയായിരുന്നു എന്നാണ് ഈ ജാമ്യ ഹർജിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം. താൻ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല, അതെല്ലാം ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം ദൃശ്യങ്ങളിലും ഉണ്ട്. അവിടെ എന്ത് നടന്നു എന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും എന്ന കേസാണ് എന്നൊക്കെയായിരുന്നു വാദം. പക്ഷെ അത്ര അടിയന്തരമായ കേൾക്കേണ്ട ഒരു സാഹചര്യം ഈ കേസിൽ ഇല്ല എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ തീരുമാനിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തിരിച്ചടിയാണ് ഇപ്പോഴത്തെ തീരുമാനം. ചൊവ്വാഴ്ച വരെ ഉറപ്പായിട്ടും ഇനി ജയിലിൽ കഴിയും. ഇനി ചൊവ്വാഴ്ച കേസ് പരിഗണിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇളവ്, ഒരു ഇടക്കാല ജാമ്യമോ മറ്റോ ലഭിച്ചാൽ പുറത്തിറങ്ങാം എന്നല്ലാതെ ഒരു ആനുകൂല്യം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സാഹചര്യം. ശരി, സലീം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.